ശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്ത് ഇന്നും പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയോടെ കാലവർഷം കേരളത്തിൽ എത്തുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഇത്തവണ കേരളത്തെ കാത്തിരിക്കുന്നത് അസാധാരണ കാലവർഷം എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് വരുന്നത്. എസ് ശാലിനി ചേരുന്നു. ശാലിനി, ഈ വേനൽ മഴയിലും ന്യൂനമർദ്ദത്തിലും ഒക്കെ തന്നെയും വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. ഇനി അസാധാരണ കാലവർഷം എന്നതൊരു പക്ഷേ പേടി സ്വപ്നമായി മാറുന്നു. കാരണം 2018, 19 ഒക്കെ നമുക്ക് മുമ്പിൽ ഉദാഹരണങ്ങളായി നിൽക്കുന്നുണ്ട് താനും. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അധികമായി ഇത്തവണ കാലവർഷം കടുക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. വെള്ളിയാഴ്ചയോടുകൂടി കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് അവർ പ്രവചിക്കുകയും ചെയ്തിട്ടുള്ളത്. 31-ാം തീയതിക്ക് രാവിലെയോ വൈകിട്ടോടോ കൂടി കേരള തീരം കാലവർഷം തൊടുമെന്നുള്ളതാണ്. നിലവിൽ മഡഗാസ്കർ സമീപത്തും കന്യാകുമാരിക്ക് സമീപത്തുമായി കാലവർഷ കാറ്റ് തുടരുന്നുണ്ട്. ഒപ്പം റോമൽ ചുഴലിക്കാറ്റ് അനുകൂലമായി നിന്നതും സംസ്ഥാനത്തേക്ക് കാലവർഷ കാറ്റ് എത്താനുള്ള അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും 31-ാം തീയതി തന്നെ കാലവർഷം കേരളത്തിൽ കരതൊടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അത്രയധികം മഴ അധികമായി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. നമ്മൾ കണ്ടതാണ് വേനൽ മഴ സമയത്ത് സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴ പെയ്യുകയും പല മേഖലകളിലും വെള്ളക്കെട്ടും മിന്നൽ പ്രളയ സാധ്യതകളും ഒക്കെ തന്നെ നിൽക്കുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. ഇന്നലെ കൊച്ചിയിലടക്കം മേഘവിസ്ഫോടനം അടക്കം ഉണ്ടായി എന്നുള്ള വിലയിരുത്തലുകളിലേക്ക് ചില കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും സ്വകാര്യ കാലാവസ്ഥാ വിദഗ്ധരടക്കം എത്തുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇനി കാലവർഷം അധികമാകും എന്നുള്ള വിലയിരുത്തലുകളിലേക്കും മൺസൂൺ റിപ്പോർട്ടിലേക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്നും 4 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഏകദേശം 10 മണിയോടുകൂടി പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരും. അതിൽ കൂടുതൽ ജില്ലകൾക്ക് അലർട്ട് മാറാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകൾക്ക് നിലവിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മൂടൽ കെട്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രാവിലെ മുതലുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പരക്കെ പല മേഖലകളിലായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ട 4 വിമാനങ്ങൾ ഇന്നലെ വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടതായിട്ടുള്ള 4 വിമാനങ്ങളാണ് കൊച്ചിയിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കനത്ത മഴയിൽ പൈലറ്റുമാർക്ക് റൺവേയും ഒക്കെ കാണാൻ സാധിക്കാത്തത് അത്തരത്തിൽ വിമാനയാത്രക്കാർക്കും ദുരിതമുണ്ടാക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ദുബായിൽ നിന്നെത്തിയ എമിറേറ്റ്സ്, ഒപ്പം തന്നെ കുവൈറ്റിൽ നിന്നെത്തിയ കുവൈറ്റ് എയർവേസ്, ദോഹയിൽ നിന്ന് വന്ന ഖത്തർ എയർവേസ്, മുംബൈയിൽ നിന്ന് വന്ന ഇൻഡിഗോ എന്നീ വിമാനങ്ങളാണ് കൊച്ചിയിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. ഒരുപക്ഷെ കാലാവസ്ഥ ഇനിയും മോശമാവുകയാണെങ്കിൽ കൂടുതൽ വിമാനങ്ങൾ ഇത്തരത്തിൽ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് വിമാനത്താവള അതോറിറ്റി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ശക്തമായ കാറ്റ്, അതായത് 35 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരങ്ങൾ കടപുഴകിയുള്ള അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്നലെ അടക്കം തലസ്ഥാന ജില്ലയിൽ വിവിധ മേഖലകളിലടക്കം ഈ മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ, സുരക്ഷിതമല്ലാത്ത മരങ്ങൾക്ക് ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്തും ഒപ്പം തന്നെ കേരളത്തിന്റെ തെക്കൻ കടൽ തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും വിലക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. മുതലപ്പുഴയിലടക്കം നിരന്തരമായി മത്സ്യബന്ധന ബോട്ടുകളടക്കം അപകടത്തിൽ പെടുകയും മരണങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം മേഖലകളിൽ പോകുന്നത് പരമാവധി ഒഴിവാക്കണമെന്നുള്ള കർശന ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുകയാണ്. ഉയർന്ന തിരമാല സാധ്യതയാണ് തീരദേശ മേഖലയിൽ പ്രവചിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ, വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളവരൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം. തിരുവനന്തപുരം ജില്ലയിലടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ശക്തമാക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും സംസ്ഥാന സർക്കാരിന്റെയും കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയമാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് റോഡുകളുടെയൊക്കെ നിർമ്മാണത്തിന്റെ ഭാഗമായി പല മേഖലകളിലും കൂറ്റൻ കുഴികളൊക്കെ രൂപം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കുക എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകുന്നത്. ഒപ്പം അധികമായി ഒരുപക്ഷെ മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് അധിക മൺസൂൺ ഇത്തവണ ലഭിക്കുമെന്നുള്ള വിലയിരുത്തലുമുണ്ട്. ഭീഷണിയുള്ള റോഡുകളിൽ അമായ സൂചന മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ കൂടി ആവശ്യം. എന്തായാലും മഴ കനക്കുകയാണ് എന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്.